എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബാച്ചിലേഴ്സ് സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 1 കിലോ ചിക്കൻ തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ട് നമ്മളൊരു 4 സവാള, കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3-4 പച്ചമുളക് ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 5 ചെറിയ അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുക്കറിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ പെരിഞ്ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ച മണം മാറുന്ന ഒരു വടയുടെ മണം വരും. അതാണ് എൻ്റെ ഒരു അടയാളം. ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും ഒക്കെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി ചേർക്കണം. എന്നിട്ട് നമ്മൾ ചെറിയ പീസസ് അടിത്തേങ്ങ കൊത്തെന്ന് പറയത്തില്ലേ, അത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ സവാള നമ്മൾ വലുതായിട്ട് വഴറ്റുന്നില്ല. അതാണ് ഈ ചിക്കൻ കറിയുടെ പ്രത്യേകത. ചിക്കൻ കറി വെക്കുന്നതിന് ഏറ്റവും മെനക്കെട്ട ജോലി എന്ന് പറയുന്നത് സവാള വഴറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ടും കുക്കർ ഉപയോഗിച്ച് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പം ചെറുതായിട്ട് നമ്മളൊന്ന് ഇളക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, വഴറ്റുന്നതേ ഇല്ല. അപ്പോൾ ചെറിയ പീസ് സവാളയൊക്കെ കുക്കറിൻ്റെ ഗ്യാസിൻ്റെ പുറത്തേക്ക് വേണം. നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊന്നും വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ലല്ലോ. അതെല്ലാം ഞാൻ നുള്ളിപ്പറക്കി കുക്കറിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചുമ്മാ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും മഞ്ഞളും സവാളയും എല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അല്പം എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളായിരുന്നുള്ളൂ. കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കർ അടച്ച് നമ്മളങ്ങ് വെക്കുകയാണ്. പിന്നെ നമ്മൾ ഈ സവാള വഴറ്റാനായിട്ട് സമയം കളയുന്നേ ഇല്ല. അപ്പോൾ ഒരു 2 മിനിറ്റേ ഞാൻ ഇതിനകം എടുത്തിട്ടുള്ളൂ. ഇനി കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ വന്നോട്ടെ, കാരണം അപ്പോഴത്തേക്ക് സവാള നന്നായിട്ടൊന്ന് കുഴയും. അപ്പോൾ 2 വിസിൽ വന്നു. ഞാൻ കുക്കർ നിർത്തി വെച്ചിരിക്കുകയാണ്. ഒന്നുകൂടെ ആവി പോയോ എന്നൊക്കെ നോക്കിയിട്ട്, നമ്മുടെ ഒരു സുരക്ഷിതത്വം നോക്കിയിട്ടല്ലേ തുറക്കാൻ പറ്റൂ. അപ്പോൾ തുറന്നു. അപ്പോൾ നല്ല സവാള നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ എല്ലാം ചെറിയ സ്പൂണുകളാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് എൻ്റെ ചെറിയ സ്പൂണിന് 5 സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ വലിയ സ്പൂണാണ് എങ്കിൽ 3 സ്പൂൺ മുളക് പൊടി മതി. 3 സ്പൂൺ മുളക് പൊടി ഇടുമ്പോൾ 1.25 സ്പൂൺ മല്ലിപ്പൊടി മാത്രമേ നിങ്ങൾ ഇടാവൂ. നമ്മൾ എത്ര മുളക് പൊടി ഇടുന്നോ അതിൻ്റെ പകുതി മാത്രമേ മല്ലിപ്പൊടി പകുതിയിൽ താഴെ നിൽക്കണം. അല്ലെങ്കിൽ ആ മല്ലിയുടെ ആ ഒരു ചുവ ഇങ്ങനെ നിൽക്കും. അത് ചിക്കൻ കറിക്കൊരു അരോചകമാണ്. അപ്പോൾ അതുകൊണ്ട് 3 സ്പൂൺ മുളക് പൊടി ഇട്ടാൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ 1.25 സ്പൂണേ മല്ലിപ്പൊടി ഇടാൻ പാടുള്ളൂ. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ആ സവാളയിലിട്ട് കുക്കറിൽ തന്നെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ആ മുളകിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. പിന്നെ നമ്മളെപ്പോഴും ചിക്കൻ കറിക്കകത്ത് അത് നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടി ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുക. ക്യാമറ കൈകാര്യം ചെയ്ത് വലിയൊരു പരിചയമില്ലാത്തതിൻ്റെ ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടാവും. കൂട്ടുകാരെ ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. കാരണം നമ്മുടെ ആ വെന്തിരിക്കുന്ന സവാളയിൽ നമ്മുടെ ഈ പൊടിവർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് ചേർന്ന് കിട്ടണമല്ലോ. കറിക്ക് നല്ല കൊഴുപ്പായിരിക്കും. നമ്മൾ ഈ ചീനിച്ചട്ടിയിൽ ഇളക്കി വെക്കുന്നതിനേക്കാൾ കുക്കറിൽ വെക്കുമ്പോൾ നല്ല കൊഴുപ്പായിരിക്കും. അപ്പോൾ ഞാൻ ഉലുവാപ്പൊടി ഒരു പിഞ്ച് ചേർക്കാറുണ്ട്. ഉലുവാപ്പൊടി അത് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ എനിക്കത് നിർബന്ധമാണ്. ഞാൻ ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുരുമുളക് പൊടി, ഞാൻ പറഞ്ഞല്ലോ ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. വലിയ സ്പൂണാണെങ്കിൽ 1 സ്പൂണേ ഉള്ളത്. അപ്പോൾ അതുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ടോ നമ്മുടെ ആ ഒരു അതിൻ്റെ ആ ഒരു കൊഴുപ്പ് കണ്ടോ, നന്നായിട്ട് കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുമെന്നുള്ളതാണ്. 5 മിനിറ്റ്
മാക്സിമം 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കും. സവാള അരിയുന്ന ഒരു പാടേ ഉള്ളൂ. അത് സ്ലൈസറൊക്കെ ഉണ്ടെങ്കിൽ അതും എളുപ്പമാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് കുക്കറിൽ ഈ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പൊടി സവാളയും കൂടി ഇരിക്കുന്നില്ല, അത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. കാരണം ആ ചിക്കൻ പീസസിൽ ഇതെല്ലാം ഒന്ന് പിടിച്ച് കിട്ടണം. ഇനി നമുക്ക് ആവശ്യത്തിന് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് എൻ്റേത് ചെറിയ സ്പൂണാണ്. 2 സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. 1 സ്പൂൺ ഇട്ടാൽ മതി. വലിയ സ്പൂണാണെങ്കിൽ 1 സ്പൂണേ ഇടാവൂ, അല്ലെങ്കിൽ വല്ലാത്ത സ്മെല്ല് കൂടുതലായിരിക്കും. ചിക്കനൊരു ഇത് വേണം, എന്നാൽ പറ്റും. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കുക. ഒറ്റ വിസിൽ നിർത്തണം. കാരണം ചിക്കൻ അധികം കൊഴുപ്പില്ലാത്ത ചിക്കൻ ആണെങ്കിൽ 1 വിസിലിന് ചിക്കൻ നന്നായിട്ട് വെന്തിരിക്കും. അതിനപ്പുറം ഞാനൊരു തുള്ളി വെള്ളം പോലും ചേർത്ത് വെച്ചിട്ടുമില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒട്ടും വെള്ളം വെക്കണ്ട. ചിക്കൻ അതിനകത്ത് ഈ കറിക്കകത്ത് ഞാൻ വെള്ളം ചേർത്തിട്ടേ ഇല്ല, പക്ഷേ അതിൽ കിടക്കുന്ന വെള്ളം ചിക്കൻ വെന്തതിന് ശേഷം ഉണ്ടായ വെള്ളമാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ തക്കാളി ലാസ്റ്റിലല്ലാതെ നമ്മൾ സവാളയൊക്കെ വഴറ്റി പൊടിയൊക്കെ ഇട്ട് കൊടുത്തിരുന്ന ആ സമയമില്ലേ, ചിക്കൻ ഇടുന്നതിനും ആ സമയത്ത് വേണമെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ എപ്പോഴും ഈ തക്കാളി അളിഞ്ഞ് ഇങ്ങനെ ചേരുന്നത് ഇവിടെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ലാസ്റ്റിലാണ് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്ന് ഇളക്കി ചേർക്കുമ്പോൾ കുക്കറിൻ്റെ ചൂട് കൊണ്ട് തക്കാളി അതിനകത്തങ്ങ് പിടിച്ചോളും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചിക്കൻ നമ്മൾ കുക്കറിൽ വെച്ചില്ല, ആ സമയത്ത് നമുക്ക് തക്കാളിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് വേണമെങ്കിലും വെക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തതിൽ ചേരും. ഇവിടെ അങ്ങനെ ചേർന്ന് കിടക്കുന്നത് ഇഷ്ടമല്ല, ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ. നോക്കി എൻ്റെ നിറമൊക്കെ കണ്ട നല്ല കൊഴുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് നമുക്ക് റെഡിയായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പത്തിൽ. അപ്പോൾ ചിക്കൻ വെക്കുന്നത് ഇനി നമുക്കൊരു മെനക്കേടേ അല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്